മോർണിംഗ് ഗൈസ്, ഫൈൻഡിങ് ഷെന്നിന്റെ മറ്റൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് ആഗ്രയിൽ ഒരു ബിസി നഗരത്തിലാണ്. നമ്മളെ കൂടെ ഒരു പ്രധാന അതിഥിയുണ്ട്, ആദർശ് ദാസ്. അങ്ങനെ രാവിലെ ഇപ്പോൾ സമയം 10 മണിയായി. നമ്മൾ രാവിലെ റൂമിൽ നിന്ന് ഇറങ്ങി നേരെ ആഗ്ര ഫോർട്ട് കാണാൻ വേണ്ടി പോവുകയാണ്. ഇവിടെ നിന്ന് ഒരു 900 മീറ്റർ നടക്കാനുണ്ട്. ഞാനുണ്ട്, ആദർശ് ദാസും ഉണ്ട്. രാവിലെ തന്നെ ഫുഡ് കഴിച്ചിട്ട് പോകാൻ നേരിച്ച് ഇവിടെ നിന്ന് എവിടെയെങ്കിലും ഫുഡ് കഴിക്കണം, എന്നിട്ട് നമുക്ക് ആഗ്രയിലേക്ക് പോകണം. ഇവിടെ ആൾക്കാരൊക്കെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്താണ് ഫോൺ ചെയ്യണത്. പെട്ടെന്ന് തന്നെ വൃത്തിയില്ല ഇവിടെ ഒന്നും. ആൾക്കാർ അവരുടെ ഗുഡ്ക്കൊക്കെ ചവച്ച് തുപ്പിടുക, അങ്ങനത്തെ സീനൊക്കെയാണ്. ഇടുക്കി പോയിരുന്നത് പച്ചക്കറി കഴിക്കണം. ആഗ്രയില് നമ്മുടെ ഡൽഹിയിൽ അത്രയും കണ്ട തിരക്കില്ല, പിന്നെ അഡ്ജസ്റ്റബിൾ ആണ്. തിരക്കുണ്ടെന്നാലും ഇവിടെ നമ്മൾ ഹോട്ടലിൽ വന്നപ്പോൾ ചിക്കനെ പരിചയപ്പെട്ട് അറുമൂന്നാം പേര് ഭവാനി ഹോട്ടലിൽ പണിയെടുക്കുന്നതിനാണ്. കുറച്ച് സംസാരിച്ചതിനോട് നമ്മളോട് പിള്ളേരൊക്കെ ചെയ്യും. आखिरी बार कब गया घर पे? हाँ 26. और कब जाएगा? ഇയാളുടെ ഒരു ഫോട്ടോ കാണിച്ചത് അതിലെ സാധനം ഓർഡർ ചെയ്ത്. അത് പനീറുണ്ട്, ദാലുണ്ട്, കോളിഫ്ലവറുണ്ട്, 4 ഭാഗം വേറെ മുളകടിക്കുന്നു. ഹായ് പോലോ, ഹായ് പോലോ. ആപ്പിൾ ഒറിജിനലാണോ? ഇവിടെ ഫുള്ള് നോക്കി പഴം, ഫ്രൂട്ട്സ്, ആപ്പിൾ ഇതൊക്കെ വെക്കാൻ വെച്ചേക്കണേ. ഇതെന്താ? ശർക്കര, മറ്റേ സാധനം കൽക്കണ്ടം. നമുക്ക് കുറച്ച് മുന്നോട്ട് നടന്നിട്ട് ഇത് റൗണ്ട് അടിക്കുന്ന സാധനം, എന്നാലും അതിൻ്റെ അപ്പുറത്ത് ടിക്കറ്റ് കൗണ്ടറിന് അവിടെ എത്താൻ പറ്റുള്ളൂ. ഓക്കെ, നമ്മൾ എവിടെ ഡൽഹി പോയപ്പോൾ റെഡ് ഫോർട്ട് കണ്ടില്ലേ, അതേമാതിരി തന്നെ ഇതും നോക്കി. ഫുട്പാത്തിലാണ് ഞാനിപ്പോൾ അതിനെ തട്ടിയത്. ഓരോ ഗ്യാപ്പായിട്ട് വിട്ടിട്ടുണ്ട്. കുറച്ച് മുന്നോട്ട് അവിടെയുണ്ട്. നടന്ന് എൻട്രൻസ് എത്തിയിട്ടില്ല കേട്ടോ. കഷ്ടപ്പാടാണ് ഈ വെയിലത്ത് നടക്കാനായിട്ട് എൻ്റെ പൊന്ന് ഗായ്സ്. ടൂറിസ്റ്റുകള് ഒന്നില്ലേ ഇന്ന്. പിന്നെ ഇവിടെ ഗാന്ധി ജയന്തിയാണ്, ഒക്ടോബർ 2-ാം തീയതിയാണ്. എന്നാലും തിരക്കിലൊന്നും കുറവില്ല. യൂട്യൂബ് അതെ. ഞാൻ ഉദ്ദേശിച്ച ഡൽഹി അല്ല ആഗ്ര ഹോട്ടലിലാണ് കഴിച്ചത്. ഇവിടെ എടുക്കത്തെ തിരക്ക് ഭയങ്കര. ടിക്കറ്റ് എടുക്കണം. ഇവിടെ നിന്ന് നമ്മൾ ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് എടുത്താലേ അകത്തേക്ക് കയറ്റുള്ളൂ. ടിക്കറ്റ് റേറ്റ് ഒരാൾക്ക് 50 രൂപ ഇന്ത്യൻ ഫിലിം. ഫോറിനേഴ്സ് ആണെങ്കിൽ 600 രൂപ. ഗായ്സ്, നമുക്കങ്ങനെ ടിക്കറ്റ് കിട്ടി. ഒരു ടിക്കറ്റിന് 50 രൂപ, ഇത് 40 രൂപ, പിന്നെ ഇത് 10 രൂപ ടിക്കറ്റ്. ഇത് 40, ഇത് 10, 2 ടിക്കറ്റ്. ഇനി എന്താ ഇതെന്താ അകത്ത് കയറാനുള്ള ക്യൂവാ? പൊന്ന് ഗായ്സ്, ഒക്ടോബർ 2-ാം തീയതി ആയതുകൊണ്ടാണെന്ന് അറിയില്ല. നൈസായിട്ട് കയറാൻ പോയത് സമ്മതിച്ചില്ല. അത് എനിക്ക് തോന്നുന്നു ഒക്ടോബർ 2-ാം തീയതി ആയതുകൊണ്ടുള്ള പിള്ളേരുടെ ഒക്കെ ഇതാണോ. ദൈവത്തെ ഓർത്ത് ആരും തിരക്കുള്ള ദിവസങ്ങളൊന്നും വരരുത്. ഇതൊക്കെ ക്യൂ നോക്കി.
സ്കൂൾ പിള്ളേർക്ക് ഇന്ന് ഗാന്ധി ജയന്തി ആയിട്ട് കാണാൻ വന്നേക്കാം. മുഗൾ ഭരണകാലത്താണ് ഈ ഒരു ഫോർട്ട് നിർമ്മിച്ചിട്ടുള്ളത്. മുഗൾ ചക്രവർത്തിയായ ഹുമയൂൺ എന്ന് പറഞ്ഞ ആ ചക്രവർത്തിയെ കിരീടം അണിയിച്ചത് ഈ ഒരു ഫോർട്ടിൻ്റെ അകത്ത് വെച്ചാണെന്നാണ് പറയുന്നത്. നമ്മൾ പ്രധാന കവാടത്തിലേക്ക് കടക്കുമ്പോൾ ഇവിടെ ഒരു മെഷീനിൽ നമ്മൾ കയറി പോകണം. അവിടെ ടിക്കറ്റ് ചെക്ക് ചെയ്യും. ഗായ്സ് അങ്ങനെ ഇതിൻ്റെ അകത്ത് നമ്മൾ കയറി. നീണ്ട ക്യൂ, ഏകദേശം 3 മണിക്കൂറോളം നമ്മൾ ക്യൂവിൽ നിന്ന് അവസാനം ഇതിൻ്റെ അകത്ത് കയറിയപ്പോഴും വലിയ മാറ്റമില്ല. ഇപ്പോഴും ഇതിനകത്ത് തിരക്ക് തന്നെയാണ്. ഒരുപാട് ഫോറിനേഴ്സ് ഉണ്ട്. ടൂർ പാക്കേജ് ബുക്ക് ചെയ്ത് വന്ന ബസ്സിനൊക്കെ വന്ന ആൾക്കാരുണ്ട്. തൊപ്പിയൊക്കെ ചെറുക്കാൻ ബസ്സിന് ടൂർ പാക്കേജ് ആയിട്ട് വന്നവരാ. ഈ കാണുന്നതാണ് നമ്മുടെ ആഗ്രയിലെ റെഡ് ഫോർട്ട്. കുറച്ചു നേരം ക്യൂ വന്നപ്പോൾ തന്നെ നന്നായിട്ട് വേർത്ത്. അപ്പോൾ ഇതിൻ്റെ ചരിത്രം പറഞ്ഞു തന്നെയാണെങ്കിൽ 1565 വീണ്ടും മുഗൾ ചക്രവർത്തിയായ അക്ബർ ചക്രവർത്തിക്ക് ഈ ഒരു ഫോർട്ടിൻ്റെ അവകാശം കിട്ടുകയും പുള്ളി ഇതൊന്ന് റിനോവേറ്റ് ചെയ്ത് 1565 ശേഷം 1573 ഇതിൻ്റെ പണി കഴിഞ്ഞത്. ആ സൈഡിലും നല്ല ചെങ്കല്ല് കൊണ്ടുള്ള കൺസ്ട്രക്ഷനാണ്. ഇവിടെ ഭയങ്കര വെയിലാണ്. തണലത്തേക്ക് കിടക്കാം. അയ്യോ, 1638 വരെ മുഗൾ ഡൈനാസ്റ്റിയുടെ ഒരു റെസിഡൻഷ്യൽ യൂസിനായിട്ടൊരു ബിൽഡിംഗ് ആയിട്ടായിരുന്നു ഈ ഒരു റെഡ് ഫോർട്ട് അവർ യൂസ് ചെയ്യുന്നത്. നമ്മളിതിൽ കൂടി ഇപ്പോൾ കയറി വന്ന് ഇത് നോക്കിയേ അന്യായം, ഒരു രക്ഷയിലിട്ട് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ. അടുത്തിന്ന് നോക്കുമ്പോൾ അതിൻ്റെ കറക്റ്റ് ബ്യൂട്ടി മനസ്സിലാവും. ഇതൊരു രക്ഷയില്ല. 1500 എന്നൊക്കെ പറയുമ്പോൾ ആ കാലഘട്ടം ഇതൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ആലോചിക്ക്. കയറി വരുമ്പോൾ തന്നെ ഒരു സാധനം ജഹാംഗീർസ് ബാത്ത് ടബ്. ഇതാണ് ബാത്ത് ടബ്. ഇതെങ്ങനെയാണ് ഇതിനകത്ത് പരിപാടി? അങ്ങനെ പുള്ളി ഇതിലാണ് വിളിച്ചിരുന്നത്. അത് ശരിയാണല്ലോ, നട്ടച്ചൊക്കെ വിളിക്കുക. അത് മേലേക്ക് എംബ്രോയിഡറി വർക്ക് ചിലക്ക് മാഞ്ഞു പോയി. ഇതാണ് പ്രധാന കവാടം. ഓ, ഇതിനകത്ത് ഇരുട്ടാണല്ലോ. നമ്മൾ നടന്ന് വേറൊരു സ്ഥലത്തിരുന്നത്. അപ്പൊ ഇവിടെ നിന്നാൽ യമുന നദി കാണാം. അതോടെ താജ് കാണാന്നാണ് ആദർശി പറയണത്. എനിക്കറിയില്ല. അവിടെ ഒരു കുഴിയാണ് വലിയ ഭാര്യ വിളിക്കുന്നത്. അല്ലേ മഴവെള്ള സംഭരണ ജഹാംഗീർ വിളിക്കും, ഭാര്യയോടെ വിളിക്കുമല്ലേ. ഇവിടെ നിന്നാല് വെറുതെ അല്ല. അങ്ങനെ സൂക്ഷിച്ച് നോക്കിയൊക്കെ ഒരു സാധനം കണ്ടോ? അതായത് ഇങ്ങനെ കാണാൻ താജ്മഹൽ. നമ്മൾ കാണുന്നത് ഈ റെഡ് ഫോർട്ടിൻ്റെ അകത്തെ കൂടെ. നമ്മൾ ആഗ്ര റെഡ് ഫോർട്ടിൽ കണ്ട പോലെ തന്നെ കുറേ ചപ്രി ടീംസ് ഒന്നും ഇവിടെ പേരൊക്കെ ഇത് പോയിട്ടുണ്ട്. ലോക്ക് നോക്കി ഫുള്ള് മാർബിളാ. നമ്മൾ ചരിത്രം പറഞ്ഞു വന്നപ്പോൾ അങ്ങനെ ഇത് പല ആൾക്കാരുടെ കീഴിൽ ഭരണത്തിൽ മാറി വന്നതിന് ശേഷം അക്ബർ അങ്ങനെ 1558 അക്ബർ ഇതിനെ ആഗ്രേനെ ഇവിടുത്തെ ക്യാപിറ്റലാക്കി ഇത് പുള്ളിയുടെ ഒരു ക്യാപിറ്റൽ സ്പോട്ടാക്കി മാറ്റുകയായിരുന്നു ഈ ഒരു ആഗ്ര ഫോർട്ടിന്. അക്ബറിന് ഇത് കിട്ടിയപ്പോൾ ഏകദേശം നശിഞ്ചേരി വേണ്ടിയിട്ടില്ലായിരുന്നു. എന്നിട്ട് പുള്ളി രാജസ്ഥാനിൽ നിന്ന് ബാറുള്ളി എന്ന് പറഞ്ഞൊരു ഏരിയ ഉണ്ട്. അവിടെ നിന്ന് സാൻഡ്സ്റ്റോൺ, അതായത് ഈ ചെങ്കല്ലുകൾ കൊണ്ടുവന്നതിന് ശേഷം അത് വെച്ച് ഇത് റെനോവേറ്റ് ചെയ്തെടുത്തതാണ്. അങ്ങനെയാണ് ഇത് റെഡ് ഫോർട്ടായി മാറുന്നത് തന്നെ. നമ്മൾ ശരിക്കും നോക്കുമ്പോണ്ടല്ല, ഇത് ശരിക്കും ഒരു ഗൈഡിനായിട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ഫുൾ സ്ഥലം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഒരു ഗൈഡ് ഇവിടെ പറഞ്ഞു കൊടുക്കണേ ഞാൻ ശ്രദ്ധിച്ച് നോക്കി മനസ്സിലായതാണ്. ഇപ്പം ഈ മുകളിൽ കാണുന്ന ഈ സാധനമല്ലേ, അത് ക്ലോസ്ഡ് ആണ് ഓപ്പൺ ആണോ?
ക്ലോസ്ഡ് അല്ലേ, ആകെ ഈ ഒരു വാതിൽ മാത്രമല്ലേ ഓപ്പൺ ആയിട്ടുള്ളൂ. പക്ഷെ നമ്മൾ ഇതിൻ്റെ അകത്തേക്കൂടി പോയിട്ട് ഇത് ഈ കൂടി ഒന്ന് നോക്കണം. നോക്കി ആ ഒരു കൺസ്ട്രക്ഷൻ മാർവൽ നോക്കി അയാൾ ചെയ്ത് വെച്ചാൽ ഇവിടെ ഒരു കോവിൻ എറിഞ്ഞ് നോക്കിയപ്പോൾ ഇപ്പം മതിൽ നിന്ന് വിളിച്ചിപ്പുറം വന്നേക്കുന്നത്. ശരിക്കും ആ ഗ്യാപ്പിൽ കൂടിയാ കോവിൻ എറിഞ്ഞത്. അതിനെല്ലാം ശേഷം അക്ബറിന്റെ ഗ്രാൻഡ് സണ്ണായ ഷാജഹാൻ, അതായത് നമുക്കറിയാം ആ കാണുന്ന താജ്മഹൽ പണിത നമ്മുടെ സ്വന്തം ഷാജഹാനാണ് ഈ ഒരു കാണുന്ന ഒരു രീതിയിൽ ഇതിനെ മാറ്റിയെടുത്തത്. പുള്ളിക്ക് ഈ ബിൽഡിങ്ങുകൾ ആർക്കിടെക്ചർ കാര്യങ്ങൾ ഭയങ്കര കമ്പുള്ളായിരുന്നു. അപ്പോൾ പുള്ളിയാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ ഡിസൈൻ ചെയ്തതും ഇങ്ങനത്തെ ബിൽഡിങ്ങിന്റെ പണി കഴിയാനായിട്ട് മെയിനായിട്ട് ഒരു കാരണക്കാരനായത്. ഈ ഒരു സൈഡ് ഫുള്ള് നമ്മൾ പോകുന്ന എല്ലാ സൈഡും പുറത്തേക്ക് നോക്കി കഴിഞ്ഞാൽ താജ്മഹൽ കാണാൻ പറ്റുന്ന രീതിയിൽ എല്ലാ കൺസ്ട്രക്ഷനും കൊടുത്തേക്കണം. അതൊക്കെ മാർബിൾ ആലോചിച്ച് നോക്കി, മുകളിൽ ആ കുളത്ത് വരട്ടെ നോക്കി, അത് ഷാജഹാൻ ജയിപ്പിച്ചേക്കാണ്. അതെ, ഇതൊക്കെ കൊല്ലം ആലോചിച്ചാൽ മതി. ഇത് റെഡ് ഫോർട്ടിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്, അതായത് ആഗ്ര ഫോർട്ടിലാണ് നമ്മൾ നിൽക്കുന്നത്. ആ കാണുന്നത് യമുന നദി. യമുന നദിയുടെ തീരത്താണ് താജ്മഹൽ സ്ഥിതി ചെയ്യുന്നത്. ഇങ്ങനെ നമ്മുടെ അടുത്ത് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ നോക്കി, ഇതൊക്കെ അങ്ങനെ പണിയണവരൊക്കെ എല്ലാ കൺസ്ട്രക്ഷനും രക്ഷയില്ല. നല്ല കടർന്ന് പോയിട്ടുണ്ട് ഗൈസ് അവിടേക്ക്. എന്നാലും ഇതൊക്കെ എങ്ങനെ പണിയണല്ലോ. ഇതിപ്പോ ഇതിന്റെ പേര് മുത്തമ്മൻ ബുർജ്. ഫൗണ്ടനാണെന്നോ എല്ലാം ഇതേപോലത്തെ ഒരു കൊത്തുപണി വെച്ച് കഴിഞ്ഞാൽ എന്തായിക്കണത് അല്ലല്ലോ. ഇത് ഗൈസ് ഞാൻ ഇപ്പം നേരിട്ട് കാണുന്ന കാര്യങ്ങളൊന്നാണ്. ഇതൊക്കെ മാർബിളിലാണ് ഈ ഒരു ഷേപ്പ് അടിച്ചെടുത്തേക്കണത്. നടുക്കത്തെ സ്റ്റാർ ബാക്കി റൗണ്ട് അടിച്ചടിച്ചടിച്ചടിച്ച് നോക്കി. അങ്ങനെ നമ്മള് ഒരു ലെവല് സ്റ്റെപ്പ് കയറി മുകളിലെത്തിയപ്പോഴേക്കും നോക്കിയാൽ ഫുട്ബോൾ കളിക്കാൻ സ്ഥലമുള്ള കിട്ടില്ല വെച്ച് ക്രിക്കറ്റ് കളിക്കാം. കോട്ടയുടെ ഒരു മെയിൻ വ്യൂ ഇപ്പോഴാണ് വന്നത്. താജ്മഹൽ അവിടെ ഉണ്ട്. എന്താ ഇവിടെ വേറെ ഇൻട്രസ്റ്റിംഗ് ഫാക്ട് ഉണ്ട്. ഈ സാധനം ഇത് ശരിക്കും ഒരു സിംഹാസന സെറ്റപ്പാണ്. പക്ഷെ നടുക്ക് പൊളിച്ചിട്ടുണ്ട് അവിടെ. അടച്ചിട്ടേക്കല്ലേ കിടപ്പറയിൽ കയറണം. ഷൂവൊക്കെ ഉരുണിൻ്റെ അത് കയറാണ്. ഇപ്പം എന്താ സംഭവം എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ കയറി നോക്കിയതാ ഫുൾ മാർബിളാ. മാർബിൾ കൊട്ടാരം ഒരു ചെറിയ ഇരുന്നിട്ട് നല്ല തണുപ്പുണ്ട്. ചെറിയ അയ്യോ ഇങ്ങനെ ആഗ്രഹത്തുണ്ട്. ഭയങ്കര വെയില്. പയ്യെ നമ്മള് ഇതിൻ്റെ അകത്ത് മാർബിളിൽ കിടന്ന് റെസ്റ്റ് എടുക്കാന്ന് വിചാരിച്ചു. എന്തോ ചട്ടപ്പരയാണെന്ന് തോന്നുന്നല്ലോ. ലോക്ക് ചെയ്തിട്ടേക്ക ചലോ. ചേട്ടൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാർബിളെല്ലാം ഈ ഒരു ഇതൊക്കെ ഒറ്റക്കല്ലി പണിതാ. അതും കൈ വെച്ച് തന്നെ എല്ലാം കുത്തുപണിതാണ് നടത്തിയത്. ശരിയാണ്ടോ? ഒറ്റക്കല്ലി പണിതാ. ശരിയാണ്ട് ഇവിടുത്തെ മിക്ക മോണുമെന്റും ഒറ്റക്കല്ലാണ് പണിതേക്കണേ. എല്ലാ മേൽക്കൂരകളായാലും മിക്കതെല്ലാം ഒറ്റക്കല്ലാണ്. ഇത് കണ്ടോ? ദിസ് ഈസ് കോൾഡ് ദ പാലസ് ഓഫ് മിറേഴ്സ്. കണ്ണാടികൾ ഉണ്ടാക്കിയേക്കാണിത്. അതായത് ഇവിടെയൊക്കെയുണ്ടോ ശിഷ് മഹൽ ദ പാലസ് വിത്ത് മിറേഴ്സ്. ഇവിടെയൊക്കെ വെള്ളം ഉണ്ടാവുമായിരിക്കില്ലേ. ഇപ്പൊ വെള്ളം തീർന്നിട്ട് കാട് പിടിച്ചിടക്കെ ഇരിക്കും. അതാ ഫൗണ്ടനാണ്. അതൊക്കെ ഇതിൻ്റെ അകത്ത് എന്താന്ന് നോക്കാൻ വേണ്ടി വന്നാ ഒന്നുമില്ല. ഒരു ഫൗണ്ടൻ മാത്രമല്ല.
അങ്ങനെ നമ്മളിവിടെ നിന്ന് ഇറങ്ങിയ കയറാൻ പാടില്ല എന്നാലും ഇറങ്ങി. ഇത്രേ ഉള്ളൂ ആഗ്ര റെഡ് ഫോർട്ട്. നമുക്ക് താജ്മഹൽ കാണാൻ പോകും. എടാ ഇപ്പൊ നമ്മളെ കണ്ടില്ല, ഇത് കാണാത്ത ഭാഗമൊക്കെ ഇതിനകത്ത് ഇഷ്ടംമാരെ സ്ഥലമുണ്ട് കേട്ടോ. പക്ഷെ നമ്മുടെ ഡൽഹിയിലുള്ള റെഡ് ഫോർട്ട് ഞാൻ പോയപ്പോൾ അവിടെ ഒരുപാട് സ്പേസ് ഉണ്ട്. കുറേ പറമ്പുകളുടെ ഇടയിലുള്ള ഓരോ വീടുകൾ പോലെയാണ്. പക്ഷെ ഇവിടെ അടുപ്പിച്ചേൽപ്പിച്ചാൽ വന്നേക്കണം. പീരങ്കിയുടെ മുമ്പിൽ നിന്ന് ഫോട്ടോ എടുക്കുന്ന രണ്ട് എവിടെ അണ്ണാൻ പണ്ടത്തെ പീരങ്കി. ഇത് ബ്രിട്ടീഷുകാരടാ, ബ്രിട്ടീഷ് ക്യാനൺ. നമ്മള് നടക്കുന്നു തറ നോക്കിയേ. നമ്മുടെ അവിടെ ഇപ്പൊ ടൈല് ചെയ്യണ പോലെ തന്നെ. ഇത് നല്ല ഇഷ്ടികയാണത്, ചെങ്കല്ലാണല്ലേ. രാജസ്ഥാനിലെ എന്താണ് ബിലഗുരി എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നാണ് റെഡ് സ്റ്റോൺ കൊണ്ടുവന്നത്. Do not pluck the flowers and do not move in the lawn. അനുസരണന്ന് പറഞ്ഞതാണ്. അതിനിടയിൽ ഞങ്ങളൊരു കുളം കാണാൻ നിൽക്കണ കൈ. ആര് കോവിന് കിട്ടുന്നുണ്ടല്ലോ അല്ലേ? ഇതൊരു വലിയ കിണറാണ് കേട്ടോ. സ്റ്റെപ്പ് വെൽ ദിവാൻ ഹയാം. അതിൻ്റെ ഇടയിലൊരു അണ്ടർഗ്രൗണ്ട് സെറ്റപ്പ് ഉണ്ടാ ഗൈസ്. കാണാൻ പറ്റുന്നുണ്ടാവും. നമ്മൾ റെഡ് ഫോർട്ടിനോട് ബൈ പറഞ്ഞിറങ്ങിയ ഗൈസ്. അവിടെ തീരുന്നടാ, ഇത് വേറെ സ്ഥലം അല്ല. ഇത് ശരിയാ, നമ്മൾ വന്ന സ്ഥലം. ഗവൺമെന്റ് പബ്ലിക്കേഷൻ ബേബി കെയർ റൂം. ഇത്രയുള്ള കാണാനായിട്ട് ശരിക്കും പറഞ്ഞൊരു 1-2 മണിക്കൂർ ഉണ്ടെങ്കിൽ മൊത്തം കണ്ടു തീർക്കും. പിന്നെ എൻ്റെ ഹിസ്റ്ററിയൊക്കെ അറിയണം. അതറിയാതെ വെറുതെ എന്നിട്ട് കാര്യമില്ല. അത് ഗൈഡിനൊക്കെ എടുത്ത് കുറച്ച് അറിയാൻ പറ്റും. എന്നാൽ നമ്മൾ കണ്ടവർ പറഞ്ഞെന്നാൽ മനസ്സിലാക്കുമ്പോഴായിരിക്കും കുറച്ചുകൂടി അത് മനസ്സിലാക്കാൻ പറ്റും. ഈ ഇത് മേലടിച്ചിരിക്കുന്ന പെയിൻ്റൊക്കെ ഈ എടുത്തടിച്ചായിരിക്കും അല്ലേ? അത്ര നാളെ മറ്റേ 1500 അടിച്ച പെയിൻ്റൊക്കെ ആണെങ്കിൽ എപ്പോഴും മഞ്ഞ് പോയിട്ടുണ്ടാവണേ. ഈ എടുത്തടിച്ച പെയിൻ്റ് ആയിരിക്കും. എന്നാലും തന്നെ ഒരു പകുതി ചടിച്ച് നിർത്തിയേക്കത്, ബാക്കിയൊന്നും അടിക്കാൻ. ബൈ ആഗ്ര ഫോർട്ട്. അണ്ടിൽ നെക്സ്റ്റ് ടൈം. നമ്മളിനി ഇവിടെ നിന്ന് താജ്മഹൽ അടിക്കാൻ പോകണം. കല്ലിൻ്റെ ഇത് ഈ ഒരു ഡോർ അടക്കുന്ന ഒരു സിസ്റ്റമാണ്. ആദർശിൻ്റെ കണ്ടെടുത്തു. വാ, ഇതിങ്ങനെ ഈ സാധനം ഉരുണ്ടുരുമ്പോ ഈ ഡോറിങ്ങനെ അടയും. ഇപ്പൊ തിരക്ക് കുറഞ്ഞ ഏകദേശം നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇവിടുന്ന് താജ്മഹൽ കാണാനായിട്ട് നമ്മളൊരു ഇലക്ട്രിക് ഓട്ടോയിൽ കയറി. 40 രൂപ പറഞ്ഞു, എനിക്ക് 20 രൂപ വെച്ച്. ഇപ്പോൾ 30 രൂപ നമ്മൾ കച്ചവടം ഉറപ്പിച്ചിട്ടുണ്ട്. അല്ല, 2 നേരം കയറ്റാനുള്ള പ്ലാനിങ്ങിലാണ്. ഷെയർ ഓട്ടോ സെറ്റപ്പാണ്. ഇയാളെന്തൊക്കെയോ പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞു 30 രൂപ ഉള്ളൂ ആ താജ്മഹൽ എത്തിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ ഇയാൾ പറഞ്ഞു ഇടയിൽ കുറെ സംഭവങ്ങളുണ്ട്, ഏതോ മീന ബസാറ് വേറെ ഏതോ ബസാറൊക്കെ ഉണ്ട്, അവിടെ കൊണ്ട് കാണിച്ചില്ല, അതൊക്കെ ചുറ്റി കണ്ടതായ മതി 30 രൂപ കൊടുത്താന്ന് പറയുന്നുണ്ട്. എനിക്ക് തോന്നണേ പുള്ളിയുടെ ഈ ഓട്ടോയിൽ അങ്ങനെ ഉണ്ട് മാത്രമേ ഉള്ളൂ. അപ്പൊ അവിടെ നിന്ന് കുറച്ചുകൂടി കിട്ടും എക്സ്ട്രാ. സ്ട്രേറ്റ് അവിടെ പോകണേലും ഭേദം അങ്ങനെ പോകുമ്പോൾ കിട്ടുന്നത് കുറച്ച് ബെറ്റർ ആണല്ലോ. അതുകൊണ്ടായിരിക്കണം. താജ്മഹലിന്റെ വെസ്റ്റ് ഗേറ്റിലൂടെ നമ്മളിപ്പോ എൻ്റർ ചെയ്തോണ്ടിരിക്കുന്നത്. വരുമ്പോ തന്നെ ഗേറ്റുകളൊക്കെ വന്ന് പൊതിയാണ്. ഒരു 1000 രൂപ ചെയ്ത് അവന് ലൈനിലൊന്നും നിൽക്കേണ്ട ആവശ്യമില്ല. നേരെ കിട്ടിത്തരാ, എല്ലാം 1 മണിക്കൂറുണ്ട് പറഞ്ഞില്ല. 1000 കൊടുത്താൽ മതി. താങ്ക് യു ബൈ എന്ന് പറഞ്ഞ് നമ്മൾ പോകുന്നു. ഇവിടെ ഒരു ഇലക്ട്രിക് എന്തോ ഒരു ഓട്ടോറിക്ഷ സർവീസ് ഉണ്ടെന്നോ. എല്ലാവരും കയറി ഇരിക്കുന്നുണ്ട്. എത്ര വേണമാവോ? നമ്മളിങ്ങനെ നടന്നു വന്നപ്പോഴേ ഞാൻ പെട്ടെന്നൊരു സാധനം ശ്രദ്ധിച്ചില്ല. മലയാളി ചോദിച്ചേക്കണേ, അതായത് നിങ്ങളുടെ ഷോപ്പിംഗ് സമയത്ത് ദയവായി മധ്യസ്ഥർ ഒഴിവാക്കുക. 10 മിനിറ്റ് നടക്കണ. ഇതുവരെ താജ്മഹലിലെ ആ ഒരു തലയുടെ ഒരു വ്യൂ ആകാശത്ത് കാണാൻ പറ്റിയിട്ടില്ല. പക്ഷെ ആൾക്കാരെ അവിടെ നടന്നു വരുന്നുണ്ട്. അതിനവസാനം നടന്നെത്തി. ഇവിടെ എന്തോ ഇവിടെ നിന്നാണ് ടിക്കറ്റ് എടുക്കണ്ടേന്ന് തോന്നുന്നു. നമ്മൾ ഓൺലൈനിൽ ടിക്കറ്റ് പേ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഇവിടെ നിന്ന് ജസ്റ്റ് കാണിച്ചാൽ മതി എനിക്ക് തോന്നുന്നു. ലെറ്റ്സ് ഗോ.
നിങ്ങൾ ഓൺലൈനിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നവരാണെങ്കിൽ ഇങ്ങനത്തെ ഒരു പേജായിരിക്കും അതിൽ QR കോഡില്ലേ, ആ QR കോഡ് ഇവിടെ കൊണ്ട് സ്കാൻ ചെയ്യിക്കുന്നു ആ മെഷീനിൽ. അപ്പോൾ നമുക്ക് അത് തരാൻ പറ്റും. നമ്മളിപ്പോൾ അവിടെ നിന്ന് ബാഗ് വെച്ച് നടന്ന് കയറി. ഇതാണ് ഫസ്റ്റ് എൻട്രൻസ്. ഫസ്റ്റ് എൻട്രൻസിൽ ഇപ്പം നല്ല തിരക്കാണ്ടോ. വൈകുന്നേരം ഏകദേശം 3:15. നമ്മൾ വന്നിട്ട് നമുക്ക് കുറച്ച് പണി കിട്ടിയായിരുന്നു. അതായത് എൻ്റെ ഫോണിലാണ് ഞാൻ ടിക്കറ്റ് ഓൺലൈൻ ബുക്ക് ചെയ്തത്. ഇവിടെ എത്തിയപ്പോൾ ഇത്രയും ആൾക്കാരുള്ളതാണെന്ന് അറിയില്ല, എൻ്റെ സർവീസ് കിട്ടുന്നുണ്ടായില്ല. എയർടെല്ലിൽ ഒട്ടും റേഞ്ചില്ലായിരുന്നു. ഇങ്ങനെ കുറച്ച് നേരം നിന്ന് പോസ്റ്റ് അടിച്ച് വേറെ ഫോണിലൊക്കെ സൈൻ ഇൻ ചെയ്തിട്ടൊക്കെയാണ് ടിക്കറ്റ് കിട്ടിയത്. ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞിട്ട് നമ്മളവിടെ സെക്യൂരിറ്റി ചെക്കിൻ്റെ അത് ബാഗ് ആക്കിയപ്പോൾ എൻ്റെ ഇത് ട്രൈപ്പോഡ് ഉണ്ടായി. ട്രൈപ്പോഡൊന്നും കയറ്റി കിട്ടില്ല. എന്നിട്ട് അത് അവിടെ കൊണ്ട് തിരിച്ചു കൊടുത്ത് അവിടെ ക്ലോക്ക് റൂമിൽ വെച്ചിട്ട് ആണിപ്പോൾ കയറിയത്. ഇതാരും വൈകുന്നേരം സമയങ്ങളിൽ വരരുത്, നിറച്ച ആൾക്കാരാണ്. ആരാണ്ടെങ്കിൽ മാക്സിമം ഒരു രാവിലെയൊക്കെ ആകുമ്പോൾ വരാം. ആ ഹള്ളിയാ ദ മൊമെന്റ് വി ബി വെയിറ്റിംഗ് ഫോർ ഏക്കുന്ന സാധനം. എൻ്റെ ബാക്കിലാണ് ഒറിജിനൽ സാധനം, ഇത് എൻ്റെ ഫ്രണ്ടില്ല. കുറച്ചധികം ഗേറ്റുകളുണ്ട് ഇതിനിപ്പോൾ. നമ്മൾ കയറിയേക്കണത് വെസ്റ്റ് ഗേറ്റ് വഴിയാണ്. ഇതാണ് മെയിൻ എൻട്രൻസ്. ഇതിലൂടെ കയറുമ്പോഴായിരിക്കും നമ്മുടെ മെയിൻ അട്രാക്ഷനായ താജ്മഹൽ കുറച്ചൊരു ഭംഗിയിലോ കാണാൻ പറ്റുക. ഇത് കണ്ടില്ലേ, ഇതൊരു മെയിനൊരു മതല വന്നിട്ടൊരു കവാടം. അത് കഴിഞ്ഞ് കറങ്ങി വരുമ്പോൾ ഇവിടെ വേറൊരു കവാടം. ഈ കവാടത്തിൻ്റെ അകത്തെ കൂടി നമ്മൾ പോയിന്റ് ചെയ്ത് നോക്കുമ്പോഴാണ് താജ്മഹൽ കാണുന്നത്. കണ്ട് ഇവിടെ കയറുമ്പോൾ ഇതിൻ്റെ അത് കയറുമ്പോൾ ലൈറ്റ് മിസ്സാവും. ഫുൾ വൈറ്റ് അല്ലേ. കുറച്ച് നമ്മൾ അടുത്തോട്ട് പോയി കഴിയുമ്പോഴായിരിക്കും നമുക്ക് അതിൻ്റെ ഒരു ബ്യൂട്ടിയാണ് മനസ്സിലാവുന്നത്. അങ്ങനെ ലോകത്തിലെ അത്ഭുതങ്ങളിലൊന്നായ താജ്മഹൽ നമ്മൾ കണ്ടിരിക്കുന്നു. അകലെ ഇതൊക്കെ അടിപൊളിയാണല്ലേ. എന്തോ ഫൗണ്ടനൊക്കെയാണ് ഗൈസ്. ഇപ്പൊ ഇതിൽ വെള്ളമില്ല. ഇതിന്റെ മുകളിലാണ് കയറി നിൽക്കണുണ്ടെന്നോ സെറ്റപ്പ് എന്ന് അറിയില്ല. കണ്ടിരുന്ന ഫൗണ്ടൻ പ്രോഹിബിറ്റഡ്. ഇന്ന് പിന്നെ ഗാന്ധി ജയന്തിയും കൂടിയാണ്, അതുകൊണ്ട് എല്ലാവരും വന്നേക്കാണ്. തിരക്കാണ് ഇവിടെ ഫുള്ള്. We are at the wrong place at the wrong time. ഫൗണ്ടനൊക്കെ പറ്റി ഗൈസ്. ആ താജ്മഹൽ അതുമേല് അറബിയിലാണോ അത് എഴുതിയേക്കണത്? എന്താണ് ഈ എഴുതിയേക്കണത്? എന്താ ശ്രദ്ധിച്ചു നോക്കി, എന്തോ എഴുതിയിട്ടുണ്ട്. എന്താ അല്ലേ. അങ്ങനെ കേരളത്തിൽ നിന്ന് കയറി 25 ദിവസമായിപ്പോ നമ്മൾ താജ്മഹലിന്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. ആ നമുക്ക് കുറച്ചൊരു അടുത്തേക്ക് പോവാം. ഇത്രയും നേരം നമ്മൾ നടന്ന് അടുത്തെത്തി. ഫേമസ് താജ്മഹൽ. ഓരോ സൈഡിൽ നിന്നുള്ള വ്യൂ നോക്കി. എല്ലാ സൈഡും ഒരേപോലെ ഇരിക്കുകയാണ് അല്ലേ, സിമെട്രിക്കലാണ്. ഓരോ സൈഡും അടിപൊളി ബ്യൂട്ടിയാണ്. ഇതേ കണ്ടില്ലേ, 200 രൂപ ടിക്കറ്റ് എടുത്തെനിക്ക് മാത്രമേ മസോളിയത്തിലേക്ക് കയറാൻ പറ്റുള്ളൂ. വേണ്ട, പക്ഷേ മസോളിയത്തിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് മറ്റേ ഷാജഹാൻ്റെയും മുംതാസിൻ്റെയും ശവകുടീരമൊക്കെ കാണാൻ പറ്റും. നമുക്ക് അകത്ത് കയറാനിപ്പോൾ ഓപ്ഷൻ ഇല്ല. നമുക്ക് എന്തായാലും പോകാനുള്ള ടൈമായി. ഇങ്ങനെ കണ്ടാൽ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണമെന്നില്ല. നമ്മളിപ്പോൾ തൊട്ട് നിൽക്കുന്നത് താജ്മഹൽ എൻട്രി പോയിന്റ്. അങ്ങനെ ആദർശം താജ്മഹൽ തൊടാനുള്ള അതിൻ്റെ അകത്തുനിന്ന് നല്ലത് കണ്ടെത്താനുള്ള ആകാംക്ഷയാണ് ഗൈസിൻ്റെ അകത്തുള്ളത്. അതൊരു കിണ്ടിയില്ല ഗൈസ്, ഇരുമ്പോമ്പിയ. ആരും കാണിക്കാതെ ഒരു എക്സ്ക്ലൂസീവ് സാധനമാണ് ഗൈസ്. നമ്മുടെ ഫൈൻഡിങ്സ് എൻ്റെ ചാനലോട് നിങ്ങൾക്ക് ഞാൻ കാണിച്ചിരുന്നത്. താജ്മഹലിൻ്റെ അകം ദൈവമേ ഫോളോ അല്ലേ. കണ്ടോ, ഇതാണ് താജ്മഹലിൻ്റെ ഉൾഭാഗം.
ഇത് ഉത്പാദിപ്പിപ്പെടുന്നതാണ്. ഇവിടെ എന്താ പരിപാടി എനിക്ക് മനസ്സിലായില്ല. എന്ത് ഇരുമ്പമ്പയെ കൂട്ടിയിട്ടുണ്ട്. താജ്മഹലിന്റെ കൺസ്ട്രക്ഷൻ നോക്കിയേ, കുറെ കുളത്തുകളുണ്ട് അതിൽ. പിന്നെ ഇതേ വെള്ളം പോകും, മോള് ടെറസിലെ വെള്ളം പോകാനുള്ള സാധനം. പിന്നെ ഇതേ ഓരോ ലിപികൾ അറബിൽ ചെയ്തേക്കണത്. 4 സൈഡിൽ നോക്കിയാലും ഒരേപോലെയാണ് ഇതിന്റെ ഡിസൈൻ. പ്ലേസ് ഡു നോട്ട് ത്രോ മണി കോയിൻസ് ഇൻ ഹിയർ. ഇല്ലെന്താ അണ്ടർഗ്രൗണ്ടാ? ആ ആ പറഞ്ഞ ശിലാംബറി പാലിച്ചിട്ടുണ്ട്. അണ്ടർഗ്രൗണ്ട്. ഗൈസ്, ഈ കാണുന്നതാണ് യമുന നദി. യമുന നദിയുടെ തൊട്ട് തീരത്താണ് ഈ കാണുന്ന താജ്മഹൽ പണിതിട്ടുള്ളത്. ഫുൾ വൈറ്റ് മാർബിളാണ്. പക്ഷേ ഇതിൻ്റെ ഇടക്കിടക്ക് നോക്കി കറുത്ത ഗ്രാനൈറ്റൊക്കെ ഇവിടെ നിന്ന് വരുന്നുണ്ട്. അതേപോലെ ഞാൻ മുകളിൽ വെള്ളം പോകാനുള്ള സാധനം എന്ന് പറഞ്ഞില്ലേ, അതേപോലെ എല്ലായിടത്തും ഉണ്ട് വെള്ളം പോകാനുള്ള സാധനം. നിറച്ചങ്ങോട്ട് ഐസ് അകലെ പരുന്തുകളെ വട്ടമിട്ട് പറക്കുന്നു. അപ്പുറത്ത് താജ്മഹലിന്റെ ബ്യൂട്ടി സൂര്യാസ്തമനം അടുത്തുകൊണ്ടിരിക്കുന്നു. ഇവിടെ ഞങ്ങൾ രണ്ടുപേരും കിടക്കുന്നു. അതും താജ്മഹൽ കണ്ട് കിടക്കുന്നു. നമ്മളങ്ങനെ എന്താണ് താജ്മഹൽ കണ്ട് ഇറങ്ങിയാണ് ഇവിടുന്ന്. ഏകദേശം 4:45 കഴിഞ്ഞ്. പിന്നെയൊന്നും ഇവിടെ കാണാനല്ല, കാരണം അതിൻ്റെ അകത്ത് കയറി കാണണമെങ്കിൽ ഒരു ടിക്കറ്റ് എടുക്കണം. ആ ടിക്കറ്റ് നമ്മളില്ല. ഗായ്സ്, നമ്മളെ ഈ കണ്ട പോലെ ഇവിടെ വേറെ എന്തോ മ്യൂസിയം അത് സെറ്റപ്പ് ഫോട്ടോ ഒക്കെ വെച്ചിട്ടൊക്കെ ഉണ്ട്. ഇതൊന്നും കാണാൻ സമയമില്ല. നമ്മൾ കാണാൻ വന്ന മെയിൻ സാധനം ചെയ്തതാണ്. അത് കണ്ട് കഴിഞ്ഞ് ഇനി ഇവിടുന്ന് പോകാം. അവിടെ ഇറങ്ങി ഗായ്സ് അല്ലേ, നല്ല സൺസെറ്റ് ആവാറായി. ഇവിടെ ഇത്രയൊക്കെ ഉള്ളൂ കാണാനായിട്ട്, വേറെ അധികം ഒന്നുമില്ല. പിന്നെ അതിൻ്റെ അകത്ത് കയറി ആകെ 2 ഷോ കൂടിയിട്ട് കാണാം, അത്ര തന്നെ. എനിക്ക് നേരെ ഇഷ്ടപ്പെട്ടത് സത്യം പറയാലോ റെഡ് ഫോർട്ടാണ്. രണ്ടും ഇഷ്ടമായെന്ന് പറയും. ഞാൻ ഇറങ്ങി വന്നപ്പോഴാണ് ശ്രദ്ധിച്ചത് ഇവിടെ എന്തൊക്കെ ഇതിൻ്റെ അകത്ത് അലൗഡാണ് അലൗഡ് അല്ല എന്നുള്ളതുണ്ട്. വെള്ളം കുപ്പി, മൊബൈല്, ക്യാമറ, പേഴ്സ്, പാൽകുപ്പി, വാളറ്റല്ല പേഴ്സ്, ഇത്രയും അലൗഡാണ്. ലൈറ്റർ, തീപ്പെട്ടി, സിഗരറ്റ്, കത്തി, തോക്ക്, ഉണ്ട, ഗ്രനൈഡ്, ഡ്രോണ്, മദ്യം, ഹോട്ടും ബിയറും 2 അലൗഡല്ല. ബാക്ക് പാക്ക് അലൗഡല്ല, ടയറിന് അലൗഡല്ല. ഇവിടെ മൺചട്ടിട്ടൊരു ചായ കണ്ടിട്ടുണ്ട്. ചായ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇവിടെ തന്നെ ബസ് സ്റ്റോപ്പ് ഉണ്ടല്ലോ. കോഫിയിൽ പറഞ്ഞേക്കണേ, കോഫി. ഞാൻ വിചാരിച്ചത് ഇതില് മൺകളത്തിലിട്ട് തിളപ്പിച്ച് മറിച്ചൊക്കെ കൊണ്ടുവരുന്നത്. ഇത് വെറുതെ ചായ ഉണ്ടാക്കിയിട്ട് വെച്ച് തരും. അത്ര കുടിച്ചതിന്റെ കപ്പിലിടാ മൺകലം അത് വീട്ടിൽ കൊണ്ടുപോകാറ്. അത് എന്നിട്ട് മുതലേ പൊട്ടിച്ചോളാൻ പറഞ്ഞാൽ വേസ്റ്റ് പിന്നെ ഉണ്ടായി. ആ വേസ്റ്റ് തന്നെ ഇട്ട് എറിഞ്ഞ് പൊട്ടിക്കാൻ വിചാരിച്ചു. ഞാൻ വേണ്ട, വേസ്റ്റ് ആക്കണ്ടെന്ന് വിചാരിച്ചു. എല്ലാരും കൂടെ ഒരുമിച്ച് അവിടെ ഒരു ശവം കൊണ്ടുപോകണ ഇപ്പോഴും സത്യം ഏതെങ്കിലും കത്തിക്കാൻ കൊണ്ടുപോയിരിക്കൂലേ? അവരാചാരണ മനസ്സിലായ ജംഗ്ഷനൊക്കെ നോക്കി അടിയിലുണ്ടോ? കൊള്ളാം, ആ കാര്യത്തിലൊക്കെ അടിപൊളിയാ. അങ്ങനെ ഞങ്ങള് ദാഹിച്ചപ്പോ ലെസ് കുടിക്കാൻ വിചാരിച്ചു. ഗുഡ്. ആ പൊള്ളി സാധനം കണ്ടെത്തിയപ്പോ ഭയങ്കര വെളിച്ചം.
അങ്ങനെ നമുക്ക് വീണ്ടും ഒരു സബ്സ്ക്രൈബറിനെ കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ട്രെയിൻ വരുന്നത് ഇപ്പോൾ സമയം ഏകദേശം 8:49, 9:30 നമ്മൾ ട്രെയിൻ വരും. അത്ര നേരം നമ്മൾ പോസ്റ്റാണ്. നമ്മളിപ്പോൾ റെയിൽവേ സ്റ്റേഷൻ ഭരത്പൂർ റെയിൽവേ സ്റ്റേഷനിലാണ് വന്നത്. അപ്പോൾ ജോധ്പൂർക്ക് ടിക്കറ്റ് എടുത്ത് പക്ഷെ അവിടെ വരെ പോകുന്നില്ല, ഭരത്പൂർ നമ്മൾ ഇറങ്ങി. അപ്പോൾ ഇവിടെ നമ്മളൊരു മച്ചാൻ നമ്മളെ വന്ന് പരിചയപ്പെട്ട് പുറകിൽ കണ്ടിട്ട് ബ്ലോഗറാണെന്ന് ചോദിച്ചു. भाई आपका नाम बताओ. मेरा नाम अवनीश क्या वो दोस्तों क्या बोलते हैं आपको बुलाते हैं? अवनीशी बोलते हैं. अबनीफी. हाँ, ये अबनीफी भैया हमारे साथ है. अब ओके ब्रो. അയ്യോ ഗായ്സ് നമ്മളപ്പോൾ റെയിൽവേ സ്റ്റേഷനാണ്. ഇപ്പം ഏകദേശം 9:05. ഞങ്ങൾക്ക് ഒരു 30 മിനിറ്റ് ഫുഡ് കഴിക്കാൻ. നമ്മൾ ഫുഡ് പാഴ്സൽ വാങ്ങി. വലിയ ടേസ്റ്റ് ഒന്നുമില്ല, എന്നാലും കഴിക്കുന്നു. നമ്മൾ രാവിലെ ഭക്ഷണം കഴിച്ചു. എത്ര മണിക്ക് വേണ്ടി ഭക്ഷണം കഴിച്ചു. ശരി എന്നാ.